മനസ്സില്ലാ മനസ്സോടെ മത്സരിക്കാൻ വന്ന അബ്ദുൾ റഷീദ് അവിടെ പിണറായി വിജയനെ പിന്നിലാക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ചരിത്രമാണ്. എന്തായാലും ഒരു യുവ തുർക്കിയായി ഈ ഘട്ടത്തിലെങ്കിലും അബ്ദുൾ റഷീദ് ഒരു യുവ തുർക്കിയായി മാറുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷത്തിന് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നടങ്കം കോൺഗ്രസ് തൂത്തുവാരുമ്പോൾ പോലും പിണറായിയെ പിന്നിലാക്കിയവൻ എന്ന ആ പേര് ഇപ്പോൾ ഉയർത്തി കാണിക്കേണ്ടത് അബ്ദുൾ റഷീദിലൂടെ തന്നെയാണ്. ആ കോട്ടയിൽ, ധർമ്മടത്തിന്റെ കോട്ടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട ഒരു യുവ തുർക്കിയായിട്ടുള്ള നേതാവിന് 2500 വോട്ടുകളുടെ മേൽക്കൈ ഒരു ഘട്ടത്തിലെങ്കിലും നേടാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു കണക്കൂടി പറയാം. UDF ഭരിക്കുന്ന ചെമ്പിലോട് പഞ്ചായത്തിലാണ് പിണറായി വിജയൻ പിന്നിലായിരിക്കുന്നത്. അവിടെ UDF ആണ് ഭരിക്കുന്നത്. ആ ചെമ്പിലോട് പഞ്ചായത്തിൽ പിണറായി വിജയൻ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 2145 ലീഡ് ഉയർത്തുന്നു. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് 2525 രാജീവ് ചന്ദ്രശേഖർ ലീഡ് ഉയർത്തുന്നു. നേമത്ത് 3459 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ താമര വിരിയിച്ചേക്കാം നേമത്ത് എന്നുള്ള കണക്കിലേക്ക് എത്തുന്നു. ഏതായാലും ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചുറാണി 1617 വോട്ടുകൾക്ക് പിന്നിലാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന 3 മണ്ഡലങ്ങൾ, അതിലൊന്ന് നേമം. ആ നേമത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ്. പക്ഷേ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. വട്ടിയൂർക്കാവിൽ വളരെ കൃത്യമായി പ്രശാന്ത് മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ അതൊരു അപ്പർ ഹാൻഡ് എന്നൊന്നും പറയാറായിട്ടില്ല. കഴക്കൂട്ടത്ത് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 5-0 പഴയ പ്രതാപത്തിലേക്ക് UDF ഇടുക്കി ജില്ലയിൽ വരികയാണ്. തൂത്തുവാരുമെന്നാണ് അവർ മന്ത്രി പറയുന്നത്. റോഷി അഗസ്റ്റിൻ പിന്നിൽ, തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് മുന്നിൽ, പീരുമേട് UDF-ന് അനുകൂലം, ഉടുമ്പൻചോലയും ദേവികുളം പോലും രാജകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ UDF-ന്റെ രാജയാണ് ദേവികുളത്ത് മുന്നിട്ട് നിൽക്കുന്നത്. 5-0 ഇടുക്കിയിൽ 1302 വോട്ടുകൾക്ക് നേമത്ത് ശിവൻകുട്ടി പിന്നിൽ. പക്ഷേ മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു. 5204 മഞ്ചേശ്വരത്തെ AKM അഷ്റഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. കേവലം 778 വോട്ടുകൾ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പരാജയപ്പെട്ടിടത്തായിപ്പോ മഞ്ചേശ്വരത്ത് BJP പിന്നിലാണ് കേട്ടോ. മഞ്ചേശ്വരത്തെ AKM അഷ്റഫ് ലീഡ് നേടി. ഒരുപാട് ലീഡ്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന്റെ ലീഡ് കുറയുന്നുണ്ട്. 832ലേക്കാണ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസിന്റെ ലീഡ് കുറഞ്ഞിട്ടുള്ളത് എന്നതാണ്. വേങ്ങരയിൽ KM ഷാജി 7332 വോട്ടിന്റെ ലീഡ് നേടുമ്പോൾ കാരായി രാജൻ തലശ്ശേരിയിൽ 9000 വോട്ടുകളുടെ വലിയ ലീഡാണ്. തലശ്ശേരിയിൽ കാരായി രാജൻ വലിയ ലീഡ്. അതുപോലത്തെ ലീഡ് ധർമ്മടത്തും വരേണ്ടതായിരുന്നു. പക്ഷേ ധർമ്മടത്ത് ഇപ്പോഴും പിന്നിലാണ്. ചിറ്റൂരിൽ LDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ചിറ്റൂർ നേരത്തെ UDF ആയിരുന്നു. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്ത് 2 റൗണ്ട് പൂർത്തിയായി. സുരേന്ദ്രൻ പിന്നിലാണ്. അഷ്റഫാണ് മുന്നിൽ. CPI-യുടെ ലീഡാണ് വന്നിരിക്കുന്നത്. LDF ആണ് ലീഡ്. CPI തങ്ങളുടെ സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ മന്ത്രിമാർ ചിഞ്ചുറാണി ഒഴികെ നെടുമങ്ങാട് GR അനിലിന്റെയും ലീഡ് കുറയുകയാണ്. 500 വോട്ട് എന്ന നിലയിലേക്ക് ഇപ്പോൾ ലീഡ് കുറയുന്നു എന്നതാണ്. പ്രസാദ് ചേർത്തലയിലും അങ്ങനെ തന്നെ. പ്രസാദ് ചേർത്തലയിലും P പ്രസാദ് പിന്നിലാണ്. KK രമ മുന്നിട്ട് നിൽക്കുകയാണ്. വലിയ ലീഡിലേക്ക് വരുന്നു. 2000. G സുധാകരൻ 1576 മുന്നിൽ. ഒരു മണിക്കൂർ 55 മിനിറ്റ് നമ്മുടെ ഈ വോട്ടിംഗ് ഈ വോട്ടെണ്ണൽ പിന്നിടുമ്പോൾ UDF കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യം ഏതാണ്ടല്ല പൂർണ്ണമായും ഉറപ്പിച്ച് 100% ഉറച്ചിരിക്കുന്നു. 100 അടിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ സീറ്റ് നില 86ആയി. മറ്റു ചാനലുകളൊക്കെ 96 നിലയിൽ കൊടുക്കുന്നുണ്ട്. LDF 49ലേക്ക് ചുരുങ്ങുന്നു. NDA ആകട്ടെ 4 സീറ്റുകളിൽ മുന്നിലാണ്. യഥാർത്ഥ കണക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. മണലൂരിൽ ഓരോ നിമിഷവും മാറി മറിയുന്നുണ്ട്. ഇപ്പോഴത്തെ C രവീന്ദ്രൻ ലൈവ് ഒരുക്കിയിട്ടുണ്ട്. വർട്ടിക്കൽ ലൈവ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ ലൈവും പിന്തുടരാം. യഥാർത്ഥ കണക്കുകളാണ്. 86-ലെത്തി നിൽക്കുകയാണ് UDF ഇപ്പോൾ. പട്ടാമ്പിയിൽ TP ഷാജി 1707 വോട്ട്. ഗുരുവായൂർ NK അക്ബർ 980 വോട്ടിന് മുന്നിൽ. പാറശാലയിൽ CK ഹരീന്ദ്രൻ 2429. കോഴിക്കോട് മുസ്ലിം ലീഗ് തങ്ങൾ മത്സരിച്ച എല്ലാ സീറ്റിലും മുന്നിലാണ്. കുറ്റ്യാടിയിൽ മുന്നിട്ട് നിൽക്കുന്നു. പേരാമ്പ്രയിൽ മുന്നിട്ട് നിൽക്കുന്നു. കുന്നമംഗലത്ത് മുന്നിട്ട് നിൽക്കുന്നു. കൊടുവള്ളിയിൽ മുന്നിട്ട് നിൽക്കുന്നു. തിരുവമ്പാടിയിലും മുന്നിട്ട് നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. 17 സീറ്റിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ലീഡ് ചെയ്യുകയാണ്. കളമശ്ശേരിയിലെ ലീഡ് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ്. 700 വോട്ടുകൾക്കധികം ഇപ്പോഴും ലീഗ് മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. അബ്ദുൽ ഗഫൂർ ആണ് 760 വോട്ടുകൾക്ക് കളമശ്ശേരിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. മണലൂരിൽ ഫലം ഇങ്ങനെ മാറി മറിയുകയാണ് ഓരോ നിമിഷവും. ഏറ്റവും കൂടുതൽ 12 വോട്ടുകൾക്ക്. അമ്പലപ്പുഴയിൽ സുധാകരൻ 1576 വോട്ടിന് മുന്നിലാണ്. അമ്പലപ്പുഴയിൽ 2 റൗണ്ട് കഴിഞ്ഞപ്പോ
1576 വോട്ടിന് മുന്നിലാണ്. കെ രമ 2008 വോട്ടുകൾക്ക് മുന്നിലാണ്. ശശീന്ദ്രൻ പിന്നിലാണ്. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ മുന്നിലാണ്. പ്രതിപക്ഷ നേതാവ് ലീഡ് ചെയ്യുന്നു. സതീശൻ ലീഡ് ചെയ്യുന്നു. സതീശൻ 1400 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. സതീശൻ മുന്നിലെത്തി. സതീശൻ വീണ്ടും മുന്നിലെത്തിയിരിക്കുകയാണ്. പറവൂരിൽ തിരിച്ചു വരുന്നു വി ഡി സതീശൻ. ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയതിനു ശേഷം ഇപ്പോഴിതാ വി ഡി സതീശൻ മുന്നിലെത്തുന്നു പറവൂരിൽ എന്നതാണ്. പ്രശാന്ത് ലീഡ് ഉയർത്തുന്നുണ്ട്. 1500 വോട്ടുകൾക്ക് സതീശൻ മുന്നിലെത്തുന്നു. ഒരു ഘട്ടത്തിൽ ടൈസൺ മാസ്റ്റർ ഒന്ന് വിറപ്പിച്ചു സതീഷിനെ. പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നു. 1500 വോട്ടുകൾക്ക് മുന്നിൽ സംശയമില്ല ഭൂരിപക്ഷം കൂടും. അതിന് അത്ഭുതപ്പെടേണ്ട മലപ്പുറം ജില്ല നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് ഉയർത്തിക്കൊണ്ട് പോവുകയാണ് UDF ചെയ്യുന്നത്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇനിയുള്ളൂ. മലപ്പുറം ജില്ലയിൽ 16-0 മലപ്പുറം ജില്ലയിലെ ഇപ്പോഴത്തെ കണക്ക്. കോഴിക്കോട് നോർത്തിൽ LDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ. രണ്ടാമത് BJP ആണ് അവിടെയുള്ളത്. 272 വോട്ടിന്റെ കേവലമായ ലീഡ് മാത്രമേ ഈ ഘട്ടത്തിലുള്ളൂ. താനൂരിൽ PK നവാസ് 3 റൗണ്ടിലും വൻ ലീഡാണ്. 6131 ലീഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഞാൻ 2 കാര്യം കൂടി പറയട്ടെ. തമിഴ്നാട്ടിൽ അത്ഭുതം സംഭവിക്കുകയാണ്. TVK ഒരുപാട് മുന്നിലാണെന്ന്. തമിഴ്നാട്ടിൽ, ബംഗാളിൽ മമതാ ബാനർജി വീഴുന്നു. തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ. TVK മുന്നിൽ, DMK തകർന്നടിഞ്ഞു എന്ന വാർത്തകൾ നമ്മുടെ നാഷണൽ ബ്രേക്കിംഗ് ആയി വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ TVK വിജയ് അവിടുത്തെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. വലിയ വാർത്തയാണെന്ന്, വലിയ വാർത്തയാണ്. മറ്റൊന്ന് ബംഗാളിൽ മമത പൂർണ്ണമായും തകരുന്നു. അവിടെ BJP അധികാരത്തിൽ വരുന്നു. ബംഗാളിൽ BJP അധികാരത്തിലേക്ക് 142 ആയി കഴിഞ്ഞു. കേവല ഭൂരിപക്ഷത്തിന് 148 വേണ്ടത്. 142 ആയി കഴിഞ്ഞു. ഒറ്റയ്ക്ക് BJP തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് ബംഗാളിൽ അധികാരത്തിലേക്ക് വരികയാണ്. അവിടെ മമതാ ബാനർജി, മമതാ രാജ് തീർന്നിരിക്കുകയാണ്. രഞ്ജിത്ത്, കേരളത്തിൽ മാത്രമല്ല പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും വിസ്മയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടരുന്നു. മുന്നേറ്റം നടക്കുന്നു. 91 സീറ്റുകളിൽ TVK മുന്നിട്ട് നിൽക്കുന്നു. വിജയ് ആരാധകരെ മൊത്തം സന്തോഷിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. വളരെ പെട്ടെന്ന് വിജയ് മുഖ്യമന്ത്രിയാകുന്നു. ലീഡ് ചെയ്യുന്നത് വലിയ അത്ഭുതങ്ങളാണ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അസമിൽ രമേശ് പിഷാരടി ഇപ്പോൾ 2145 വോട്ടിന് പിന്നിലായിരിക്കുകയാണ്. ശോഭയുടെ ലീഡ് 2145. ഒരു ഘട്ടത്തിൽ 6000-അടുത്ത് പോയ ലീഡാണ് ഇപ്പോൾ കുറഞ്ഞത്. മഞ്ജുഷ എന്തായാലും രമേശ് പിഷാരടി പിന്നിൽ 2145. പാലക്കാട് NDA പക്ഷത്തേക്ക് നീങ്ങുകയാണ്. നിയമവും അങ്ങനെ തന്നെ നീങ്ങുകയാണ്. നിയമവും പാലക്കാടും NDAയുടെ ശക്തിയായി മാറുന്നു. ഇരവിപുരത്ത് ലീഡ് ഉയർത്തുന്നു UDF. ചവറയിൽ ചിറ്റൂരിൽ LDF ലീഡ് തിരിച്ചു. 5891. മങ്കടയിൽ മഞ്ഞളാംകുഴി അലി വ്യക്തമായ ലീഡിലേക്ക് 9778 വോട്ടുകളുടെ ക്ലിയർ മെജോറിറ്റി. പാലക്കാട് രമേശ് പിഷാരടി പിന്നിൽ 2145 വോട്ടിന് പിന്നിൽ. മാണി സി കാപ്പൻ പാലായിൽ 193 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. പാലായിൽ ജോസ് കെ മാണിയുടെ ഒരു തിരിച്ചുവരവിന് ഇപ്പോഴും തടയിട്ടുകൊണ്ടിരിക്കുകയാണ് മാണി സി കാപ്പൻ എന്നതാണ്. കൂത്തുപറമ്പിൽ PK പ്രവീൺ 4000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ 227 വോട്ടുകൾക്ക്. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ 1350. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.